കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരു ദിവസം, പുതിയ ഒരു ചിന്തയുമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ ദൈവം ചെയ്ത കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം സംസാരിക്കാനായിട്ട് ചിന്തകളൊക്കെയും തന്നു. എന്നാൽ ഇന്ന് നമുക്ക് ചിന്തിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ. 1 പത്രോസ് 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. സ്തോത്രം. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിന്മേലും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്യും. വളരെ വിശ്വാസത്തോടു കൂടി ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ കർത്താവിന്റെ മറുപടി വരുവാനായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അതിനൊരു താമസമൊക്കെയും നാം കാണുവാൻ അല്ലെങ്കിൽ നേരിടുവാനൊക്കെയും ഇടയായി തീരാറുണ്ട്. പലപ്പോഴും ദുർബല മനസ്സിനുടമകളാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹാവീര്യ പ്രവർത്തികൾ അധികമായി കാണാത്ത വ്യക്തികളാണെങ്കിൽ പലപ്പോഴും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നും ആമേൻ സ്തോത്രം വിട്ടുമാറുവാനും അവരുടെ വിശ്വാസം വിട്ടുപോകുവാനും ഒക്കെ ഇത് പലപ്പോഴും കാരണമായി തീരാറുണ്ട്. നമുക്കറിയാം, വിശ്വാസത്തിലേക്ക് ദൈവജനം പലപ്പോഴും കടന്നു വരുമ്പോൾ സ്തോത്രം അവർ അനേകം വിഷയങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. എന്നാൽ പല വിഷയങ്ങളിലായിരിക്കും അവർ വിടുതലൊക്കെ കണ്ട് വിശ്വാസത്തിലേക്ക് വരുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ദൈവപ്രവൃത്തി കാണാതെ ആകുമ്പോൾ സ്തോത്രം അവർ ചിന്തിക്കുന്നു അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നില്ല എന്ന്. സ്തോത്രം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ വാക്യത്തിൽ പറയുന്നത് പോലെ ആമേൻ സ്തോത്രം, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. ഇതിനകത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് തക്ക സമയം എന്നുള്ളതാണ്. നാം ചിന്തിക്കുന്ന സമയത്തോ നാം ചിന്തിക്കുന്നത് പോലെയോ ആയിരിക്കണമെന്നില്ല സ്വർഗസ്ഥനായ ദൈവം നമുക്ക് മുൻപായി കാര്യങ്ങളെ നിർണയിച്ചിരിക്കുന്നത്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തു നോക്കുമ്പോൾ ഞാൻ ആമേൻ സ്തോത്രം പല വിഷയങ്ങളും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എൻ്റെ വിഷയങ്ങളിന്മേൽ ദൈവത്തിന്റെ മറുപടി നൽകുവാൻ താമസം വന്നിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം മറുപടി കിട്ടിയതിനു ശേഷം ഞാൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കും, ആ കറക്റ്റ് സമയത്തല്ലായിരുന്നു ദൈവം ആ അത്ഭുത പ്രവൃത്തി ചെയ്തിരുന്നതെങ്കിൽ. എന്നാൽ ആമേൻ സ്തോത്രം അത് വേറെ നിലവാരത്തിലേക്കും അത് ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഫെയിലിയർ ആയി തീരുവാനായും ആമേൻ സ്തോത്രം സാധിക്കാൻ ഇടയുണ്ടായിരുന്നു. അതാണ് ദൈവത്തിന്റെ തക്ക സമയത്തെ പ്രവർത്തികൾ. ഒരിക്കലും സ്തോത്രം ദൈവം നാം തകർന്നു പോകുവാനോ നശിപ്പാനായിട്ടോ ആമേൻ സ്തോത്രം ഇടവരുത്തുകയില്ല. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ സൂക്ഷിക്കുന്നത് പോലെ സ്തോത്രം കർത്താവ് നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കുന്നു. അടുത്തതായി ദൈവവചനം സംസാരിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. സ്തോത്രം. ഈ ഞാനിപ്പോൾ സംസാരിച്ചതുപോലെ തക്ക സമയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ വർഷങ്ങളോളം ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട കേസുകൾ വരും. ആമേൻ സ്തോത്രം. ആ സമയത്ത് നാം എങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്യും എന്ന് ചിന്തിച്ച് പലപ്പോഴും വ്യാകുലപ്പെടുന്ന മേഖലകൾ നമ്മളുടെ ജീവിതത്തിൽ വരാം. സ്തോത്രം. വചനം പറയുന്നു അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ നമ്മുടെ സർവശക്തനായ ദൈവം തയ്യാറായി ആദ്യമായി തന്നെ എൻ്റെ ദൈവം എനിക്ക് ഉള്ളതൊക്കെയും ആമേൻ സ്തോത്രം ഒരുക്കി തരും, തൻ്റെതായ സമയത്ത് ഒരുക്കി തരും എന്ന ഉറച്ച ഒരു വിശ്വാസവും ഉറപ്പും ധൈര്യവും ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം വേണ്ടതാകുന്നു. നമ്മുടെ സമയമല്ല പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സമയം. നമ്മുടെ ചിന്തകളല്ല പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ആമേൻ സ്തോത്രം ചിന്തകൾ. നമ്മളിലും എത്രയോ അതീതമായ ചിന്തകളും പ്രവൃത്തികളുമാണ് നമ്മുടെ യേശു കർത്താവിന്റെ പ്രവൃത്തികൾ. ഈ ഭൂലോകത്തെയും ഈ അഖില കടാണ്ഡങ്ങളെയും സൃഷ്ടിച്ച നമ്മുടെ ദൈവം സ്തോത്രം നമ്മെക്കാളിലും എത്രയോ വലിയവനാകും. നാം അതനുസരിച്ച് വേണം നമ്മുടെ സ്വർഗസ്ഥനായ ദൈവത്തിന് ആമേൻ സ്തോത്രം മഹത്വം കരയറ്റി ആമേൻ സ്തോത്രം മുൻപോട്ട് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടി ആമേൻ. അപ്പോൾ നാം ഇപ്പോൾ ചിന്തിച്ച ഈ ഒരു വിഷയത്തിന് അടിസ്ഥാനമായി ആമേൻ സ്തോത്രം എനിക്കൊരു ഉദാഹരണം പറയുവാനായി സാധിക്കും. ഉദാഹരണം എന്ന് പറഞ്ഞ് ഒരിക്കലും അതിനെ തുച്ഛീകരിപ്പാനായി സാധിക്കുകയില്ല. സ്തോത്രം. നമ്മുടെ യേശു കർത്താവിന്റെ ഉയർപ്പ് സ്തോത്രം സ്തോത്രം ദൈവത്തിന്റെ ഹിതമായിരുന്നു. ആമേൻ സ്തോത്രം. കർത്താവിനെ ക്രൂശിച്ച് ആമേൻ 3-ാം നാൾ ആമേൻ സ്തോത്രം നമ്മുടെ യേശു കർത്താവ് ഉയർക്കണം എന്നുള്ളത്. എന്നാൽ ഉയർക്കുന്ന സമയമായപ്പോഴേക്കും ശത്രു അവൻ്റെതായ പദ്ധതികൾ
ആമേൻ സ്തോത്രം അതിന്മേൽ ഒരുക്കി, ആമേൻ സ്തോത്രം ഒരിക്കലും ഉയർക്കാത്ത നിലവാരത്തിൽ ആമേൻ റോമൻ സാമ്രാജ്യത്വത്തിന്റെ ആ കെട്ടുകളാൽ ബന്ധിക്കപ്പെട്ടിട്ടും സമയം വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം തക്ക സമയം വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ ആ പാറക്കല്ല് നീക്കി ആമേൻ കർത്താവ് അവിടുന്ന് ഉയർക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, തീർച്ചയായും ശത്രു നമ്മുടെ നന്മകൾക്ക് ആമേൻ സ്തോത്രം എതിർ നിൽക്കും. അതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് തക്ക സമയത്ത് കാര്യങ്ങൾ വെച്ചിരിക്കുന്നു എങ്കിൽ പോലും പ്രതികൂലത്തിന്റെ ചില കാറ്റുകൾ ആ സമയത്ത് വരുവാനുള്ള എല്ലാ സാധ്യതകളും ആമേൻ നാം പ്രതീക്ഷിക്കണം. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ സ്തോത്രം നാം പ്രാർത്ഥിക്കണം. ഒരിക്കലും വലിയൊരു കൊടുങ്കാറ്റ് വന്ന് ആമേൻ സ്തോത്രം അത് വീശി പടകിനെ നശിപ്പിക്കുമ്പോൾ അല്ല ആമേൻ സ്തോത്രം നാം കർത്താവിന്റെ മുൻപിൽ സറണ്ടർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മുട്ടുമടക്കേണ്ടത്. ആമേൻ ഈശാനമൂലൻ വരുന്നു എന്ന് മനസ്സിലാക്കി ആ കൊടുങ്കാറ്റിന് മുൻപായി തന്നെ സ്തോത്രം നാം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് യേശു കർത്താവിനോട് അതിനെ എതിർക്കുവാൻ ആമേൻ സ്തോത്രം അതിനെ റെസിസ്റ്റ് ചെയ്യുവാനുള്ള കഴിവ് ആമേൻ പ്രാപിക്കേണ്ടതാകുന്നു. എനിക്ക് ഇവിടെ പ്രത്യേകം അടുത്തൊരു വിഷയം സംസാരിക്കാനുള്ളത് കർത്താവിന്റെ കരുതലിനെ കുറിച്ചാണ്. പലപ്പോഴും ഈ നാടുകളിലൊക്കെയും ആമേൻ സ്തോത്രം ഒരുപാട് ദൈവദാസന്മാർ ഒരുപാട് വിഷയങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും ആമേൻ സ്തോത്രം നമ്മുടെ കർത്താവിന്റെ കരുതലിനെ പറ്റി ആമേൻ സംസാരിക്കുന്നതും ആമേൻ അത് കേൾക്കുന്നതും ഒക്കെ കുറവാണ്. നാം മനസ്സിലാക്കണം, യോഹന്നാൻ 11-ാം അധ്യായം 31 മുതൽ 44-ാം വാക്യം വരെ നാം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ആമേൻ നാറ്റം വെച്ച ലാസറിനെ ആമേൻ ഉയർത്തിയ കരുതൽ, തന്റെ സഹോദരിമാർ ആമേൻ സ്തോത്രം വിഷമത്തോടുകൂടി ആമേൻ കർത്താവ് 4-ാം ദിവസമായി വന്നപ്പോൾ അതിന് നാറ്റം വെച്ചു. ആമേൻ സ്തോത്രം കർത്താവെ അങ്ങുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ മേഖലകളിൽ ആമേൻ സ്തോത്രം കർത്താവിന് പോലും മനസ്സലിയുവാനും ആമേൻ സ്തോത്രം തന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് ആമേൻ സ്തോത്രം വരുവാനും ഒക്കെയും ഇടയായി തീർന്ന സാഹചര്യങ്ങൾ ആമേൻ നമുക്ക് ഈ അധ്യായത്തിൽ വായിക്കുവാൻ കഴിയുമ്പോൾ ആമേൻ കർത്താവിന്റെ കരുതൽ തക്ക സമയത്തേക്ക് കർത്താവ് കരുതിയിട്ടുണ്ട്. ആമേൻ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആ മേഖലയിൽ ആമേൻ നമ്മുടെ കർത്താവിന്റെ ആ പ്രവൃത്തി കർത്താവ് ഈ സ്ഥലത്ത് പ്രത്യേകം പറയുന്നു. ആമേൻ സ്തോത്രം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ ആമേൻ മഹത്വം കാണും. വിശ്വസിച്ചെങ്കിൽ മാത്രം മഹത്വം കാണും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അത് ക്ഷണിക നേരത്തേക്കല്ല സ്തോത്രം. എന്ത് വന്നാലും ആമേൻ സ്തോത്രം എന്ത് ഭവിച്ചാലും എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ആമേൻ അതിനപ്പുറമായി ഇതുവരെയും എന്നെ നടത്തുവാൻ ആമേൻ എൻ്റെ ദൈവത്തിന് അറിയാമെങ്കിൽ സ്തോത്രം തുടർന്നും ആമേൻ എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എൻ്റെ കർത്താവ് ശക്തൻ എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ആമേൻ സ്തോത്രം വിശ്വാസികളാവുന്ന നമ്മുടെ ഓരോരുടെയും ജീവിതത്തിൽ വേണ്ടത്. ഈ വാക്കുകളാൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.